ചിന്നിച്ചിളങ്ങും ചക്കരപ്പൂവേ. ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? റോസ് പെൻ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ച ഞങ്ങളുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അനീറ്റയുടെ ബേബി ഷവറാണ്. ഡാൻസും പ്രാക്ടീസൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ അതിലേക്ക് പോവുകയാണ്. ഇതൊരു നല്ല മെമ്മറി ആയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പുസ്തകത്തിൽ ഉണ്ടാവുമെന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വ്ളോഗ് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ഞാൻ കരുതി. ഹോപ്പ് യു ഓൾ എൻജോയ് ഇറ്റ്. അങ്ങനെ ഞങ്ങൾ ഓർലിക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ സിനീനെ കണ്ടുമുട്ടി. നിങ്ങൾ സിനീനെ കുറേ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? സിനീനെ ഞാൻ അവിടെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ബാഡനിലേക്ക് പോയി. ഇതൊരു നമ്മളെപ്പോഴും ഇങ്ങനെ എല്ലാവരും കൂടി ഒന്നും കാണാൻ പറ്റാറില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും കൂടി കണ്ടത്. കുറേ പേരും ഡാൻസ് ടീമിലൊക്കെയാണ് ഒരുമിച്ചായത്. കുറേ പേര് ഓൾറെഡി കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരും ഉണ്ടായിരുന്നു. അങ്ങനെ പുതിയ കുറച്ച് ആൾക്കാരെയും കൂടി ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറേ വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ ബാഡനിലേക്ക് പോയി. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 20 മിനിറ്റ് ഉണ്ട് ബാഡനിലേക്ക്. അവിടെ ചെന്നിട്ട് നമ്മൾ കുറച്ച് നേരത്തെ എത്തി. കുറച്ച് ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ട് നേരെ അനീറ്റ എത്തുമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ബാഡനിലെത്തിയപ്പോൾ ഞങ്ങൾ ജൂലീനെ കണ്ടു. ജൂലി ഈസ് വൺ ഓഫ് അവർ ഫ്രണ്ട്. അങ്ങനെ ജൂലിയായിട്ട് ഞങ്ങളാണ് ആദ്യം എത്തിയത് അവിടെ. ഇതാണ് കാഞ്ചി റെസ്റ്റോറൻറ്റ്, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. മലയാളി ആയിട്ടുള്ള ഒരു രമേശ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ നടത്തുന്നത്. പക്ഷേ അടിപൊളി ആംബിയൻസും ഐ ഹാവ് ടു സേ അടിപൊളി ഫുഡുമായിരുന്നു. ഞാൻ ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റ് സ്യൂരിഹിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ പോകാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ ഹ്യൂജ് പ്ലേസിൽ വെച്ചിട്ടേക്കുമായിരുന്നു. ആൻഡ് ഓൾസോ നമ്മൾ ഒരു 11 മണി തൊട്ട് ഒരു 3-3:30 വരെ അവിടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മൂല ഓൾ ഏരിയ നമുക്ക് അവർ തന്നു. അപ്പം ഇതുപോലെ പാർട്ടീസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു സ്ഥലം ഇങ്ങനെ എടുക്കാവുന്നതാണ്. ബിക്കോസ് ആ ഒരു ഏരിയ മുഴുവൻ നമുക്ക് തരുന്നതാണ്. അനീറ്റനെ നടുക്കിരുത്തുവാണെങ്കിൽ അവൾ ഇരിക്കുന്നതിൻ്റെ പുറകിൽ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അവരുടെ മതിലിനൊന്നും പറ്റരുതല്ലോ. ഓക്കെ. അല്ല, ഫോട്ടോയ്ക്കൊക്കെ കിട്ടണ്ടേ? അങ്ങനെ അനീറ്റ് വരുന്നതിന് മുമ്പ് ബാക്കിയുള്ളവർ കുറച്ച് ഡെക്കറേഷൻസ് എക്സ്ട്രാ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളും സിന്ധുയുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയുള്ള ഡെക്കറേഷൻസ് വെച്ച് കുറച്ച് ഗെയിംസിനുള്ള കാര്യങ്ങളൊക്കെ മതിലൊക്കെ ഒട്ടിക്കുകയും അപ്പോഴത്തേക്കിനും തുഷാരയും എവ്രി വൺ കെയിം. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി അനീറ്റ വരുന്നതിന് മുമ്പ് ദ ഹോൾ പ്ലേസ് ഓർഗനൈസ് ചെയ്യുമായിരുന്നു. റെഡി ആയിട്ട് ഞാൻ സുഖല്ലേ സുഖല്ലേ ഹലോ ജ്യോതി, ഹായ്, എന്തുണ്ട് വിശേഷം? സിനിയുടെ സ്റ്റാർ ഓഫ് ദി ഡേ. അതെ. നമ്മളൊരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ അങ്ങനെ എല്ലാവരും എത്തി. അനീറ്റ എത്താറായിട്ടുള്ള സമയമായി. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അത് അറേഞ്ച് ചെയ്തു. ഓർഗനൈസേഴ്സൊക്കെ അങ്ങനെ നമ്മുടെ അനീറ്റ എത്തിപ്പോയി. ദിസ് ഇസ് ദ സ്പെഷ്യൽ ഗസ്റ്റ് ടുഡേ.
രസമുണ്ടോ? നല്ല രസമുണ്ട്. ആ ഒടിഞ്ഞു. കഴിഞ്ഞ വർഷം കലാമേളയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവളാണ് എൻ്റെ ടീമിൻ്റെ നടുക്ക് നിന്ന് കളിച്ച ബെസ്റ്റ് ഡാൻസർ. എല്ലാവരും ബെസ്റ്റ് ഡാൻസേഴ്സാണ്, പക്ഷേ നടുക്ക് നിന്ന് കളിക്കുന്ന ഭയങ്കര അമേസിങ് ഡാൻസറാണ് അനീറ്റ. ഈ വർഷം കുട്ടിയൊക്കെ ആവാറായിട്ടിരിക്കുന്നത്. ഇത് 3ാമത്തെ കുട്ടിയാട്ടോ അനീറ്റയുടെ. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരുടെയും ആക്ച്വലി ഷീ ഈസ് എ വെരി പൊളൈറ്റ്, ഡൗൺ ടു എർത്ത് ഗേൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് അനീറ്റനെ ഒരു പാൻഡമിക് കാലത്തിൻ്റെ മുമ്പ് തൊട്ടേ ഞങ്ങൾ ക്ലോസ് ആയതാണ്. വിറ്റി, ഹാപ്പി, പൊളൈറ്റ്, ഫ്രണ്ട്ലി പേഴ്സണാണ് ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഇവൻറ്റിന് വരാൻ എനിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് വന്ന ഒരാളാണ്. കാര്യം മനസ്സിൽ ഭയങ്കര നന്മയുള്ള ഒരു വ്യക്തിയാണ് ഈ കാണുന്ന ഞങ്ങളുടെ അനീറ്റ. അനീറ്റയുടെ ഹസ്ബൻഡ് ബാലു ലേറ്റർ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമിലേക്ക് വന്നു. പക്ഷേ ഫുഡിൻ്റെ സമയത്തും നമ്മുടെ ചിറ്റാൻ്റെ സമയത്തും ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജനിച്ചു വളർന്ന കേരളത്തിലായതുകൊണ്ട് അവർക്ക് ആ ഒരു കൾച്ചറാണ്. എല്ലാവരും ഇത് വളരെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് വരുന്ന സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ നന്നായിട്ട് അഭിനയിച്ചോളൂ. എൻ്റെ ക്യാമറ കണ്ണുകൾ. ബോട്ടിൽ എടുക്കണം, അപ്പം നമുക്ക് ഷെയർ ചെയ്യല്ലേ. ഇതാണ് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചുള്ള ഒരു മൊമെൻറ്റിൻ്റെ ഒരു പിക്ചറൈസേഷൻ. അനീറ്റയ്ക്ക് ഇന്ത്യൻ ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കരുതി തുഷാരയുടെയൊക്കെ അറിയാവുന്നതാണ് ഈ റെസ്റ്റോറൻറ്റ്, അപ്പോൾ അവിടെ തന്നെ ചൂസ് ചെയ്യാമെന്ന്. ഐ ഹാവ് ടു സേ ദ ഫുഡ് വാസ് റിയലി അമേസിങ്. ഞാനിവിടെ സ്യൂറിഹിൽ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും ഒരു എന്തിനിവിടെ വന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് സെയിം ഗ്രേവി ദേ യൂസ്ഡ് ഫോർ എവറിത്തിങ്. അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇറ്റ് വാസ് റിയലി റിയലി ടേസ്റ്റി. എല്ലാവരും ഭയങ്കര ചിരിച്ചിട്ടുള്ള ഒരു മുഖവും ഒക്കെ ആയിരുന്നു. ആൻഡ് ഫുഡ് എല്ലാവർക്കും ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയും എല്ലാവർക്കും വയറും നിറഞ്ഞിട്ടാണ് നമ്മളിവിടുന്ന് പോയത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ മോർ ചില്ലിങ് ഒരു വൈബും ഉണ്ടായിരുന്നു. എല്ലാവരും ചിരിച്ചിരുന്നോ? ആ തിങ്ങ സാലാഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറയ്ക്കോളൂ. പിന്നെ അതും കൂടെ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും തീർന്നില്ല. അത് വേണ്ട, അല്ല ഇവിടെ കിട്ടി. നിങ്ങൾ നിനക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ വെജിറ്റേറിയൻ ആവും മാർച്ച്. ഇത് നമ്മുടെ രമേശ് ചേട്ടൻ്റെ കാഞ്ചി റെസ്റ്റോറൻറ്റ്.
താങ്ക് യു ചേട്ടാ, വെരി ടേസ്റ്റി. സ്റ്റാർട്ടേഴ്സായിട്ട് നമ്മളൊരു ചിക്കൻ്റെ ഒരു ഡിഷും പിന്നെ പക്കോടയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു മാംഗോ ലസ്സിയും നമ്മളെല്ലാവരും ഓർഡർ ചെയ്തു. അതിനുശേഷം പിന്നെ നാൻ, പനീർ ബട്ടർ മസാല, ലാം കറി, ചിക്കൻ കറി, പിന്നെ ഡെസേർട്ടായിട്ട് കേക്കും, അങ്ങനെയായിരുന്നു നമ്മൾ പോയത്. ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ പേര് ഓരോ ബേബി റിലേറ്റഡ് സാധനങ്ങളാ. വേർഡ്സ് ലെറ്റേഴ്സ് എല്ലാം മിക്സ് അപ്പ് ആയിട്ട് കിടക്കുക. ഫോൺ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതെ, ഫോൺ മാറ്റി വയ്ക്കൂ. ആരും കോപ്പി അടിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ അല്ല, നീ കളിക്കുന്നുണ്ട്. ഞാൻ ഇത് തന്നെ ചെയ്യാൻ പോവായിരുന്നു. ജയിക്കോ പരീക്ഷ? ജയിക്കോ? ഡയപ്പർ അത് മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. അതെന്താ? എങ്ങനെ പോണു ഷൈനി? വല്ലതും നടക്കോ? ഏതാണ്ടൊക്കെ. അതാണ് ഒരു വാക്ക്. എനിക്ക് ആ കെട്ടോസോ ഇപ്പോഴും സ്കോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല ഹൈ ചെയർ. ബേബി പൗഡർ, വൺസി. കുഞ്ഞു പിള്ളേർ എഴുതുന്ന വൺസി. സമ്മാനം ഉണ്ടോ? ഒറ്റയ്ക്ക് പൊരുതി ജയിച്ചത്. ഇത് ഞാൻ നോക്കുമ്പോ Adira, Edwin, Aaron, Andre. Edwin. അത് നല്ല രസം കേട്ടോ. അത് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം, അല്ലാതെ വീട്ടിൽ Edwin,
Adora. Girl, Asher, Ashia. Ami, Alia, Amia, Amaya, Aparna. Boy, Adrian, Alphonse, Adoni, Anthony, Amel, Abhi, Abhishek, Abhilash, Alonso, Adrian, Adriano, Asti. തുഷി നമ്മൾ അഭിലാഷം മറന്നുപോയല്ലോ. പിന്നെ ഗേളില് അനബൽ, ആലിയ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ തോന്നിയത് അനീന. അനീറ്റ അടിച്ചു Alex, Aju, Alia, Abu, Alexandra, Anna, Annabelle, പിന്നെ എൻ്റെ കസിൻസ് ആനേച്ചി, അച്ഛനേച്ചി, അമലി, അമൈറ, അമന, അശോക, ചക്രവർത്തി, അക്ബർ ചക്രവർത്തി, സെന്റിമീറ്റർ ഒന്നും ഇല്ലടേ എന്റെ മുകളില്, വയറിന്റെ നീളം. നമ്മുടെ ദേഹത്ത് വെക്കണമെന്നില്ല, നമ്മൾ എന്താ ചെയ്യണം, നമ്മള് ആ മുറിച്ചെടുക്കില്ലേ? ഈ വള്ളി കയ്യിൽ പിടിക്കണേ, ആ ഇത് കയ്യിൽ പിടിക്കണം. എന്നിട്ട് അവസാനം അനീറ്റയുടെ ശരിക്കും വെച്ച് മുറിക്കും. എന്നിട്ട് എല്ലാവരും കമ്പയർ ചെയ്തിട്ട് ബാലൻസ് എത്ര ഉണ്ടെന്ന് മുറിച്ചു വിടും. അപ്പൊ നമുക്ക് കാണാമല്ലോ എന്തോ ഒരു ഡിഫറൻസ്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറഞ്ഞു പോയി, അങ്ങനെ നമുക്ക് ഡിഫറൻസ് മുറിക്കാനില്ല. നല്ല രീതിയിൽ എടുത്തോ. നല്ല രീതിയിൽ കൈ പിടിച്ചോളൂ, നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടെ വയറ് വയ്ക്കും. മടിക്കാതെ കോരിയിടും. അതെ, ആ ടേബിളിൽ ഇരിക്കുന്നവർക്ക് ചോറ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിയോ എപ്പോഴെങ്ങാനും? റോസ് എന്താ ചെയ്യണേ? എന്ത് ചെയ്യാ? ഞാൻ അനീറ്റയുടെ വയറ് മെഷർ ചെയ്യാം. നിങ്ങൾ ആരും നോക്കുന്നത് എന്റെ ടാക്ടിക്സ് ഇത് കുറച്ചേറെ ഇങ്ങനെ. റോസ് പക്ഷെ സ്വന്തം വയറിലൊന്നും അളന്നില്ല കേട്ടോ. കയ്യിലാണ് മൊത്തം ഇരിക്കണേ. അതെ പക്ഷെ ഇത് തെറ്റായിരിക്കില്ല. നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറഞ്ഞു. എനിക്ക് ആ പറയുന്നതിൽ ഒരു നാണമില്ല. ഇനി ഇതിന്റെ ബാലൻസും കാണിക്കണം കേട്ടോ. ബാലൻസും കൂടെ കാണിക്കണം. പിന്നെ അത് കൃത്യം മുറിച്ചു കേട്ടോ. ഗെയിം പ്ലാൻ ചെയ്തിരുന്ന ഓർഗനൈസേഴ്സ് 3 ഗെയിംസ് നല്ല അടിപൊളിയായിട്ട് നടത്തി. അതിനുശേഷം അതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് എനിക്ക് നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു. I hope that food was really amazing. That made her day really special. നല്ലൊരു സ്ഥലം സെലക്ട് ചെയ്തതിന് തുഷാരയ്ക്ക് താങ്ക്സ്. ആൻഡ് ദിസ് വാസ് മെമ്മറി ഫോർ ഹർ ബിക്കോസ് കുറേ നാൾക്ക് ശേഷമാണ് അവൾ കുറച്ച് റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം എല്ലാവരെയും കാണാൻ പറ്റിയതിൽ അവൾ എപ്പോഴും ഭയങ്കര സ്മൈൽ ചെയ്ത് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഈ വീഡിയോയിൽ അത് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുമ്പം ഐ റിയലി ഫീൽ ദാറ്റ് this day was really really nice for her. കാണട്ടെ ആ പാത്രം അതുകൊണ്ടാണ് നിർത്തിയത്. ഇതിലെ മറ്റേ ഞാൻ പ്രകാശില്ല. അല്ല
വലുതാണ് എടുത്തേക്കുന്നത്. സ്വീറ്റ് മുറിക്കാൻ ബാക്കിയാണോ? മലയാളം മലയാളമല്ല, കിഡ്സ് അല്ല, ഇംഗ്ലീഷ് ആനിമേഷൻ അത് മാത്രമേ എനിക്കറിയാം. എടി പൊക്കി പിടിച്ചോണ്ട് സ്നോ വൈറ്റ്. ആരാ ആരാ എനിക്ക് കൊറേ ഹോപ്പ് ഉണ്ട് കേട്ടോ ഇതില്. ഇല്ല ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്. ചാടുന്നതാണോ? ശരിയാ. എന്താ അവസാനത്തെ വീട് കാണിക്കാം. എന്നാ പിന്നെ നിങ്ങൾ ഗ്രൂപ്പ് എഫേർട്ട് ആവട്ടെ. ബുക്ക് വായിക്കണതോ? ബുക്ക് 3 ബുക്ക് വായിക്കുന്ന 3 വേർഡ്സ്. 3 Little Pigs അല്ല. മൂന്നാമത്തെ ബുക്ക്. ആരാ? ജംഗിൾ ബുക്കോ? ഓ ചെപ്പടി. ചിന്നിച്ചിലങ്ങും ചക്കരപ്പൂവേ. കറക്കരുത്, എനിക്ക് തല ഇറങ്ങും. കാണാമോ? നിന്നോടല്ല. കറക്റ്റാടാ. ഒരാളെ നീ വിശ്വസിക്കരുത്. പേരെടുത്ത് വെക്കാ. ഇതിനെല്ലാം കാണാൻ തോന്നല്ലേ? എനിക്ക് കൂട്ടും.
ഇതാണ് ടാക്ടിക്സിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. കറങ്ങുകളെ എന്താ ബാലു 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 അയ്യോ തല താത്ത് ആ ഇനി ചെയ് അയ്യോ ജയിച്ച് നമ്മളിങ്ങനെ ഇത് ഞാൻ എത്ര പ്രാവശ്യം ഫ്രണ്ട് വന്നു എനിക്ക് ഏകദേശം ഞാൻ ഇത്ര നേരം തിരിഞ്ഞ് കിടക്കുക. അങ്ങനെയല്ല എന്റെ വിചാരത്തിൽ ഇത് കട്ട് ചെയ്യുമ്പോഴറിയോ. അങ്ങനെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യാറായപ്പോഴത്തേക്കിനും ബാലു എത്തി. ആൻഡ് ബാലു ഇസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് പേഴ്സൺ ഐവ് സീൻ. ഇത് കാഞ്ചി ചെയ്ത ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ തിങ്ങാണ്. ഞങ്ങൾ അപ്പം എടുത്ത ഫോട്ടോ അപ്പം തന്നെ ഇമെയിൽ ചെയ്ത് ദേ മെയ്ഡ് എൻ അമേസിങ് കാർഡ് ഫോർ അനീറ്റ ആൻഡ് ദാറ്റ് മെയ്ഡ് ഹർ ഡേ more special. And Ramesh Aitan, thank you so much for this great effort. I just made a card for you. Personally. Wishing you a lifetime of happiness. Thank you so much. അയ്യോ താങ്ക് യു റിയലി തിരിച്ചു കാണിച്ചു. ഇങ്ങോട്ട് കാണിക്കാം സോ ഹാപ്പി. പക്ഷെ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വലിയ സന്തോഷം തരും ചില സമയത്ത്. അങ്ങനെയുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ഇത്. അനീറ്റ വാസ് റിയലി മെസ്മറൈസ്ഡ് ആൻഡ് അമേസ്ഡ് ഇത് കണ്ടു കഴിഞ്ഞിട്ട്. താങ്ക്സ് കാഞ്ചി റെസ്റ്റോറൻറ്റ് ഫോർ ദിസ് പേഴ്സണലൈസ്ഡ്. അനീറ്റ ഇതിൽ ഇച്ചിരി എക്സ്പ്രഷൻ ഒക്കെ ഇടണോ? അതെ, എടി ബാലുവിനെയും കൂടി വിളി. നമുക്ക് എക്സ്പ്രഷൻ കാണാൻ വേണ്ടി എല്ലാം ഒരു റോസ് മയാണല്ലേ. അപ്പൊ എല്ലാരും ഞാനും ആക്ച്വലി പെണ്ണെന്ന് വിചാരിച്ചു. പക്ഷെ നീ തന്നെ പറഞ്ഞു എല്ലാ ആളുകളുടെ പേരുകൾ മാത്രം നീ നോക്കിണ്ടായിരുന്നല്ലോ. കുറെ പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഇഷ്ടപ്പെട്ട് ഇനി പറയാലോ. അയച്ചു തരാട്ടോ. ഡെഫിനറ്റ്ലി ഏത് ചാനൽ വേണമെങ്കിൽ അവിടെ ഉള്ളിരിപ്പുണ്ടാവും. അവളുടെ മേക്കപ്പ് പോകുന്ന ടെൻഷൻ പിടിച്ചു നിൽക്കണേ. ഇതുപോലെ വീട്ടിൽ
പക്ഷെ എല്ലാവരുടെയും പേരുണ്ട്. എടാ, ഇത് actually നല്ല ഫോട്ടോ നല്ല ഫോട്ടോ എടുത്തിട്ടുണ്ടോ? അവള് ഞാൻ ചുടുപ്പിൽ ഒതുക്കിയോ? ഒരച്ചു നോക്കുമ്പോ അറിയാം. അങ്ങനെ അനീറ്റയുടെ കേക്ക് മുറിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ചായ കുടിച്ചു, മസാല ടീ. അത് കഴിഞ്ഞ് പിന്നെ കുറേ വിശേഷങ്ങൾ നമുക്ക് ഇനിയും പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 3 മണി വരെയൊക്കെ സമയം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതിലും കൂടുതലിരുന്നു. ദെൻ വി സ്റ്റാർട്ടഡ് സ്ലോലി ലീവിങ് ഫ്രം ദ പ്ലേസ് ആൻഡ് എല്ലാവരെയും കണ്ട് ഒത്തിരി സന്തോഷത്തിൽ. നല്ല തണുപ്പാണ്, പക്ഷേ നല്ല സണ്ണും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ അനീറ്റ ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ നല്ല മെമ്മറീസ് കയ്യിൽ കൂട്ടിച്ചേർത്ത് അവൾ അമ്മയാവാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും, അതായത് പുതിയൊരു അമ്മയാവാൻ, രണ്ടുകുട്ടികളുടെ അമ്മയാണ് അവൾ ഓൾറെഡി. ആ പ്രിപ്പറേഷൻസിൽ ഒത്തിരി പേരുടെ നല്ല നല്ല വിഷസും എടുത്തിട്ട് ഷീ ലെഫ്റ്റ് ആൻഡ് വി വെർ ഓൾസോ റിയലി ഹാപ്പി. I wish her all the best. We all wish her all the best. ഈ ഒരു വ്ളോഗ് നല്ലൊരു മെമ്മറി ആയിട്ടിരിക്കും എന്ന് കരുതുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും സിനിയും ജൂലിയും കൂടെ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ സ്റ്റാർബക്സിൽ കയറി ഒരു നല്ല കോഫിയൊക്കെ ആയിട്ട് വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.